إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ ചിലത് ശാരീരിക പ്രാധാന്യമുള്ളതാണ്, മറ്റു ചിലത് സാമ്പത്തിക പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ നമസ്കാരം നമ്മുടെ ശാരീരികമായി നമ്മൾ നിർവഹിക്കേണ്ടതാണ്. സക്കാത്ത് അത് സാമ്പത്തികമായി നിർവഹിക്കേണ്ട സാമ്പത്തിക പ്രാധാന്യമുള്ള ആരാധനാ കർമ്മമാണ്. സമ്പത്തും ശരീരവും ഒരുമിച്ച് പങ്കെടുക്കേണ്ടുന്ന ആരാധനാ കർമ്മമാണ് ഹജ്ജ്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ നമ്മുടെ എല്ലാം പ്രതിനിധികളായി ധാരാളം ആളുകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തൻ്റെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പലപ്പോഴും ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് ചെയ്യേണ്ടതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും മുസ്ലിം സമൂഹത്തിലുള്ള മഹാഭൂരിഭാഗം വരുന്ന ആളുകളും അശ്രദ്ധയിലാണ്. ആളുകളെല്ലാം ചിന്തിക്കാറുള്ളത് ഒരു 50-60 വയസ്സ് ആകുമ്പോൾ മാത്രം ചെയ്യേണ്ടുന്ന ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്നാണ്. എന്നാൽ അതല്ല. സാമ്പത്തികമായ ശേഷിയും അഥവാ ഒരു ഹജ്ജ് നിർവഹിക്കാൻ ആവശ്യമായ സാമ്പത്തികമായ ശേഷിയും
ശാരീരികമായ കഴിവുമുണ്ടെങ്കിൽ അവൻ്റെ മേൽ നിർബന്ധമായ ആരാധനാ കർമ്മമാണ് ഹജ്ജ്. സാമ്പത്തികമായും ശാരീരികമായും കഴിവും ശേഷിയും ഉണ്ടായിട്ട് അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അപ്പൊ സാധാരണ മനുഷ്യര് മുസ്ലിങ്ങൾ ചിന്തിക്കാറുള്ളത് എൻ്റെ കയ്യിൽ ലക്ഷങ്ങളില്ല, കോടികളില്ല എന്നാണ്. എന്നാൽ നമ്മുടെ വീടുകളിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ അതിന് 25-30 ലക്ഷം നമുക്ക് ചെലവഴിക്കാൻ നമ്മുടെ കയ്യിൽ പണമുണ്ട്. മറ്റുള്ള ധാരാളം ആവശ്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ പണമുണ്ട്. അവിടെ നമുക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ അലട്ടാറില്ല. എന്നാലോ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപയൊക്കെ വരുമാനമുള്ള ആളുകൾ ഉണ്ടാകും. ചെറുപ്പക്കാരൊക്കെ കച്ചവടങ്ങളിലും മറ്റൊക്കെ ഏർപ്പെട്ടുകൊണ്ട് ധാരാളം സമ്പത്തുള്ളവരുണ്ട്. പക്ഷെ അവരൊന്നും ഒരു ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടു നടപ്പായി കാണുന്നത് ഒരു 50 കഴിഞ്ഞാൽ മാത്രം ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ്, ആ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, അങ്ങനെയല്ല. ഹജ്ജ് കർമ്മത്തിന് വലിയ പുണ്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, ആരെങ്കിലും പുണ്യകരമാക്കപ്പെട്ട ഈ ഹജ്ജുൽ മബ്റൂർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രതിഫലാർഹമായ ഹജ്ജ് നിർവഹിച്ചാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അവന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. കണ്ടോ, പ്രതിഫലാർഹമായ രീതിയിൽ ഹജ്ജ് നിർവഹിച്ചാൽ അവന് സ്വർഗ്ഗം കിട്ടുക. മറ്റൊരു ഹദീസിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഹജ്ജ് കർമ്മം അത് നിർവഹിക്കേണ്ട രൂപത്തിൽ മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്, മോശമായ നിലക്കുള്ള ഒന്നുമില്ലാതെ പ്രതിഫലാർഹമായ രീതിയിൽ ആരാണോ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്, റജഅ മിൻ ദുനൂബിഹി കയൗമി വലത്തുഹു ഉമ്മഹു, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിന്റെ അത്രയും പരിശുദ്ധിയോടെ അവനവന്റെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലൂടെ ഒരു പ്രസവിക്കപ്പെട്ട കുഞ്ഞിന്റെ അത്രയും വിശുദ്ധിയോടുകൂടി അവന് മടങ്ങാൻ കഴിയണമെന്നുള്ളതാണ്. വലിയ പുണ്യാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ഒരു സാമ്പത്തികമായ ഒരു നീക്കിയിരിപ്പ് നമ്മൾ നടത്തേണ്ടതുണ്ട്. കുറേ ലക്ഷങ്ങൾ കയ്യിലുണ്ടായിട്ട് നിർവഹിക്കേണ്ടതല്ല ഹജ്ജ്. അങ്ങനെയല്ല. ഇന്നിപ്പോ ഒരു ശരാശരി നമുക്കൊരു 6-7 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടാൻ കഴിയും. അത്രയും പൈസ അല്ല ഗവൺമെന്റ്, സർക്കാർ സംവിധാനത്തിൽ നമ്മൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ. അതൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറേ വയസ്സാകുമ്പോൾ ചെയ്യേണ്ടതാണ് എന്നുള്ള നിലക്കാണ്. അതുകൊണ്ട് സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്ന നിലനിൽക്ക് നമ്മൾ നീട്ടിവെക്കാൻ പാടില്ല. കാരണം നമ്മുടെ ജീവൻ എപ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയാൻ ആർക്കും കഴിയില്ല. 50 കഴിഞ്ഞിട്ടേ മരിക്കുള്ളൂ എന്നും പറയാൻ പറ്റൂല. മരിക്കുന്നതിന് മുമ്പേ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ആലോചിക്കേണ്ടെന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് എന്നർത്ഥം. മാത്രമല്ല, ഈ ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഏകനായ റബ്ബിന്റെ തൗഹീദ്, അത് സമൂഹത്തിന് പ്രഘോഷണം നടത്തുന്ന ആരാധനാകർമ്മമാണ്, അല്ലേ? ഓരോ ഹജ്ജ് കർമ്മത്തിനും ഉംറക്കൊക്കെ പുറപ്പെടുന്ന ആളുകൾ അവർ ചൊല്ലുന്ന തൽബിയത്ത് എന്താണ്?
ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ. ഉണ്ടോ? ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. എല്ലാ സ്തുതികളും എല്ലാ ആധിപത്യവും നിനക്കാണ് റബ്ബേ, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് ഓരോ ഹാജിമാരും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്നത്. അവൻ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഹജ്ജ് കർമ്മത്തിന്റെ ഈ ഒരു ചൈതന്യത്തെ പോലും അതിനെപ്പോലും നശിപ്പിച്ചു കളയുന്ന പുണ്യകരമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം എന്ന നിലക്ക് നിർവഹിക്കാൻ കഴിയാത്ത എത്രയോ ഹതഭാഗ്യരായ ആളുകളുണ്ട്. ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുമ്പോ തന്നെ നാട്ടിലുള്ള മക്ബറകളെ തോറും അവരിങ്ങനെ യാത്ര ചെയ്യാൻ, അടുത്തുള്ള ഓരോ ഔലിയാക്കളെന്ന് ജൽപ്പിക്കപ്പെടുന്ന കെട്ടി ഉയർത്തപ്പെട്ട ഖബറിന്റെ അടുക്കൽ പോയിട്ട് അവിടെ പോയി നേർച്ചയ്ക്കാണ്. ഈ തൽബിയത്ത് ആത്മാർത്ഥമായി ചൊല്ലി പടച്ച റബ്ബിന്റെ വിളിക്കുത്തരം നൽകി കഅബാലയത്തിലേക്ക്, ലോകത്തെ ആദ്യത്തെ ഭവനം, അതിലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്ന ഹാജിമാർ എത്രയോ ആളുകൾ അവർ മക്ബറകളെ തേടി അവിടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ, അവിടെ പോയിട്ട് ഈ യാത്ര സഫലമാകാൻ വേണ്ടി അവിടെ പ്രാർത്ഥിക്കാൻ. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ, അതിന് തൗഫീഖ് ലഭിച്ചാൽ പ്രത്യേകം നേർച്ച വഴിപാടുകൾ അവിടേക്ക് അർപ്പിക്കാൻ. സുഹൃത്തുക്കളെ, ആരാണ് ഇത് പഠിപ്പിച്ചത്? മാത്രമല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലേക്കാണ് ഓരോ മുഅ്മിനും പ്രിയമുള്ളവരെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കഅബാലയത്തിന്റെ അടുക്കൽ പോയി ഹജ്ജ് കർമ്മത്തിന്റെ ഓരോ മേഖലകൾ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം ഒരു ഹാജി, ഒരു ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട വ്യക്തി അവൻ പ്രഖ്യാപിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. അല്ലേ? എല്ലായിടത്തും അവന്റെ പ്രാർത്ഥന ഈ ആദർശമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാത്രമല്ല, അറഫാത്തിൽ സമ്മേളിച്ചിട്ടുള്ള ആ ആളുകളെ നോക്കിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബ് മലക്കുകളോട് പറയും, നോക്കൂ മലക്കുകളെ, എന്റെ അടിമകളതാ എന്നെ കാണുന്നില്ലെങ്കിലും അവർ എന്നോട് ചോദിക്കുന്ന നിലക്ക്, എന്നോട് പ്രാർത്ഥിക്കുന്ന നിലക്ക് അതാ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്താണ് അവർക്ക് വേണ്ടത്? അവർക്ക് നാം എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു അറഫാത്തിൽ സമ്മേളിച്ച ആ ഹാജിമാർ അവരെ കുറിച്ച് മലക്കുകളോട് പറയുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഖൈറുദ് ദുആ ദുആ യൗമി അറഫ, ഏറ്റവും നല്ല ദുആ ഖൈറുദ് ദുആഇ ദുആ യൗമി അറഫ. അറഫയിലെ പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, എവിടെ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഹദീസ് ഏറ്റവും നല്ല പ്രാർത്ഥന, ഏറ്റവും ഖൈറായ പ്രാർത്ഥന അറഫാത്തിലെ പ്രാർത്ഥനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശേഷം അവിടുന്ന് പറയാണ്, وخير ما قلت أنا والنبيون من قبله قول لا إله إلا الله. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ ഖൈറായ വാക്ക് അത് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ഒരു ഇലാഹുമില്ല എന്ന ആദർശമാണ്. അല്ലേ? അതുകൊണ്ടാണ് അറഫാത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അറഫയിൽ സമ്മേളിക്കോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടുന്ന് പറയുന്നതാണ്. ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഒരു ആരാധനക്കർഹനായ ഒരു ഇലാഹു ഇല്ല. ഓരോ അറഫയിൽ സമ്മേളിക്കുന്ന ഹാജിമാരും പ്രഖ്യാപിക്കുന്നതാണ്. വഹദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അവനാണ് എല്ലാ ആധിപത്യവും, അവനാണ് എല്ലാ സ്തുതികളും. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ,
അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് അറഫയിൽ ആളുകൾ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് സുഹൃത്തുക്കളെ ഏത് സമയത്തുള്ള എടുത്തു നോക്കി ഒക്കെ ഈ ആദർശ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആദർശമാണ്. എന്നാലോ ഇവിടുന്ന് പോയതെങ്ങനെ? പോയത് ഈ കബറുകളൊക്കെ പോയി സന്ദർശിച്ചിട്ടാണ്. എല്ലാ കബറാളികളെയും പോയി സന്ദർശിച്ച ഹജ്ജിന് പോണത് പല ആളുകളും. എല്ലാവരും ഉണ്ട് എന്നല്ല. ഇനി വന്നാലോ പടച്ച റബ്ബിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് പടച്ചോനോട് പ്രാർത്ഥിക്കേണ്ട ഹാജി തിരിച്ചു വന്നാൽ വീണ്ടും ഇതേ മക്ബറയ്ക്ക് നേർച്ചയും വഴിപാട് ഉറപ്പിക്കാൻ അവിടെ പോയി പ്രാർത്ഥിക്കാം. പിന്നെ എന്തിനാ സുഹൃത്തുക്കളെ ഈ ഹജ്ജ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ പുണ്യം കിട്ടൂല. എല്ലാവർക്കും ഹജ്ജ് ലക്ഷങ്ങൾ ചെലവഴിച്ച് പോകണ്ടെങ്കിലും എല്ലാവർക്കും ഈ പുണ്യം കിട്ടൂല. അത് കിട്ടുന്നവർ ഈ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഹൃദയത്തിൽ രൂഢമൂലമായ ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അല്ലല്ലാത്ത പലരോടും അവന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറയാ അല്ലേ? എല്ലാം പടച്ചോനല്ലാത്ത ആൾക്കാരോടാ പറയുന്നത്. അവര് സഹായിക്കും, പടച്ചോൻ കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന. സുഹൃത്തുക്കളെ, മക്കയിലുള്ള മുശ്രിക്കുകളും ഹജ്ജ് ചെയ്തിരുന്നു. മക്കയിലുള്ള മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. അവര് തവാഫ് ചെയ്തിരുന്നത് നഗ്നരായിട്ടാണ്. വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ശരീരത്തിൽ ഒരു നൂൽബന്ധം ഇല്ലാതെ അവര് അവിടെ തവാഫ് ചെയ്തിരുന്നത്. എന്താ അവര് പറഞ്ഞറിയോ? ഞങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് പാപം ചെയ്തത്, അതുകൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ ഹജ്ജ് ചെയ്യാൻ, ഞങ്ങൾ തവാഫ് ചെയ്യൂല. അവരുടെ തൽബിയത്ത് ഇമാം മുസ്ലിം അവരുടെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോ അവർ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അവർ ചൊല്ലിയിരുന്ന തൽബിയത്തുണ്ട്. എന്താ അറിയോ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ തൽബിയത്താണ്. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ. ഇല്ലാ ശരീകൻ, കണ്ടോ? ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയും. പടച്ചോൻ നിനക്കൊരു പങ്കുകാരനുമില്ല, ഒരു ശരീക്കുമില്ല. ഇവിടെ എത്തുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമായിരുന്നു, നിർത്തവിടെ, നിങ്ങൾ ഇതിന്റെ അപ്പുറം ഇനി പറയരുത്. പക്ഷെ അവർ നിർത്തൂല. അതിന്റെ അപ്പുറം എന്താ? ഇല്ലാ ശരീകൻ, ചില പങ്കാളികളല്ലാതെ. എന്താ പങ്കാളിയുടെ പ്രത്യേകത? ഹുവലക്ക, ആ പങ്കാളി നിനക്കുള്ളതാണ് റബ്ബേ. തംലിക്കുഹു, ആ പങ്കാളിയെ നീയാണ് റബ്ബേ ഉടമപ്പെടുത്തിയിട്ടുള്ളത്. വമാ മലക്ക, ആ പങ്കാളിക്ക് എന്ത് കഴിവുണ്ടോ അത് നീ നൽകിയിട്ടുള്ള കഴിവാണ്. പടച്ചോൻ കൊടുത്ത കഴിവുള്ള കുറെ പങ്കാളികളുണ്ട്. ഈ വിശ്വാസമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്തിന്റെ പ്രത്യേകത എന്താ? നിനക്കൊരു പങ്കാളിയുമില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, പടച്ചോനെ നിന്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല റബ്ബേ. ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. മക്കയിലെ മുശ്രിക്കുകളുടെ തൽബിയത്ത് എങ്ങനെയാണ്? നിനക്കൊരു പങ്കാളിയുമില്ല, നീ കൊടുത്ത കഴിവുള്ള, കണ്ടോ, നീ നൽകിയിട്ടുള്ള കഴിവുള്ള പങ്കാളിയാണുള്ളത്, സ്വന്തമായി കഴിവുള്ള ഒരു പങ്കാളിയില്ല. കണ്ടോ? അതന്നല്ലേ സുഹൃത്തുക്കളെ ആളുകളുടെ മുസ്ലിം സമുദായത്തിലെ ഒരു ഭൂരിപക്ഷ വിശ്വാസം എന്താ? അല്ല പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുത്തിട്ടുണ്ട്. അതിനാ ഞങ്ങൾ ചോദിക്കണം. അല്ല കൊടുത്ത് കഴിയുന്ന ചോദിക്കണത് അതന്നെയായിരുന്നു ശിർക്ക്. അല്ലാതെ അള്ളാഹിനെ പോലെ മറ്റൊരു അല്ല ഉണ്ടെന്ന് ലോകത്തൊരാളും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ്, ആ വിശ്വാസം കൊണ്ടാണ് ഈ ഹജ്ജിന് പുറപ്പെടുന്ന ആളുകളും കെട്ടി ഉയർത്തപ്പെട്ട കബറുകൾക്കടുക്കൽ പോയി സുഹൃത്തുക്കൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കണത്? ഞങ്ങളുടെ പ്രാർത്ഥന സഫലാകണം, അല്ലേ? ഈ ശിർക്കൻ വിശ്വാസം വെച്ചുകൊണ്ട് സുഹൃത്തുക്കൾ ഹജ്ജിന് പോയിട്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന, പ്രതിഫലാർഹമായ നിലക്കായിരിക്കണം പ്രിയമുള്ളവരെ ഹജ്ജ് നിർവഹിക്കേണ്ടത്. പ്രതിഫലാർഹമാകണം. ഹജ്ജ് നിർവഹിച്ചു വർത്തുകാരില്ല, പ്രതിഫലം കിട്ടണം. അതിനെന്ത് വേണം? അതിന് ഈ വിശ്വാസം ആദ്യം നന്നാകണം. അവിടെ പോയിട്ട് പടച്ചോനോട് പ്രാർത്ഥിക്കണ്ട, അല്ലേ? മാത്രല്ല പ്രിയമുള്ളവരെ, അവിടെ നമസ്കരിച്ചാൽ 1,00,000 ഇരട്ടി പ്രതിഫലാണ്. ഉണ്ടോ? 1,00,000 ഇരട്ടി പ്രതിഫല കിട്ടുക അവിടെ നിസ്കരിച്ചാൽ. ആ പ്രതിഫലം പോലും ലഭ്യമാകാത്ത നിലക്ക് മുസ്ലിം സമൂഹത്തെ ആ പള്ളിയിൽ നിന്ന് അകറ്റുന്ന എത്ര ആളുകളുണ്ട് അറിയോ? അവിടെ ഒരു ജമാഅത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന പുണ്യം 1,00,000 പ്രതിഫലാണ്. അപ്പോ
അവിടെ നിർവഹിച്ചാൽ കിട്ടുന്ന ആ നിസ്കാരത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ കൊണ്ടുകൊണ്ട് റൂം നിസ്കരിപ്പിക്കുന്ന ആൾക്കാർ ഇത്രയും ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഏറ്റവും അഫ്ളലായതാണ്. ഏറ്റവും അഫ്ളൽ എന്താണ്? സുഹൃത്തുക്കളെ, അവിടെ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുത്തവരുടെ പ്രതിഫലം വാങ്ങലാണ്. ആ അഫ്ളലായ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മത്തിൽ നിന്ന് പ്രത്യേകിച്ച് സഹോദരിമാരെ അകറ്റി ആ സമയമാകുമ്പോൾ റൂമക്കട കൊണ്ടുപോകും. എന്നാലോ ഹറമിന്റെ പരിധി നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടൂലേ? സുഹൃത്തുക്കളെ, എവിടുന്നത് കൊണ്ടുപോകണം? ഹറമിന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്നത് ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്? റൂം നിസ്കരിച്ച അതാണ് ഹൈറ്. മുഴുവൻ പണ്ഡിതന്മാരും പറഞ്ഞ എന്താ അറിയോ? ഏറ്റവും അഫ്ളലായത് ഏതാണ്? ഈ ഹറമിന്റെ സമീപത്ത് നിസ്കരിക്കലാണ്. അതിന് ഏറ്റവും അഫ്ളൽ. എന്നാൽ കുറെ ദൂരത്തുള്ള ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഹറമിന്റെ അടുത്ത് താമസമില്ലാത്ത, കുറച്ച് ദൂരത്ത് വരാൻ വാഹനം അത്ര വേണ്ടത്ര ലഭ്യത ഇല്ലാത്ത, വരാൻ പ്രയാസമുള്ള ആളുകൾ, അവർക്ക് ഹറമിന്റെ പരിസരത്തുള്ള പള്ളികളിൽ നിസ്കരിച്ചാൽ, അവിടെയുള്ള പള്ളികൾ ഹറമിന്റെ പരിധിയിലുള്ള പള്ളിയിൽ നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടുന്ന പറഞ്ഞുള്ളൂ. എന്നാലും റൂം നിസ്കരിക്കണം എന്നല്ല. ഏറ്റവും അഫ്ളൽ എന്താണ്? ഈ ഹറമിൽ നിന്നിട്ട് തിരിച്ചു ജമാഅത്തിന്റെ സമയത്ത് തിരിച്ചുകൊണ്ടുപോവുക, ഈ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് പോയിട്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകണമെന്നാണ് ഒരു ഹജ്ജ് കർമ്മത്തിന്. ഈ പുരോഹിതന്മാർ ഏത് രംഗത്തും എല്ലായിടത്തും, മാത്രമല്ല ഇതിലൊക്കെ കൃത്രിമാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യ എന്നൊക്കെ പോകുന്ന ആളുകളെ സുഹൃത്തുക്കളെ, അവർ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നത് മുത്തമത്തി ആയിട്ടാണ്. 3 നിലക്കുള്ള ഹജ്ജ് കർമ്മമുണ്ട്. തമത്തു ആയിട്ടും ഇഫ്രാദായിട്ടും ഖിറാനായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഹജ്ജ് കർമ്മം നിർവഹിക്കാം. ഇവിടുന്ന് പോകുന്ന ആളുകളൊക്കെ തമത്തു ആയിട്ടാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കാറുള്ളത്. എന്ന് വെച്ചാൽ ഇഹ്റാമിൽ പ്രവേശിക്കും, അവിടെ പോയി ഉംറ ചെയ്യും, തഹല്ലുലാകും, എന്നിട്ട് യൗമുത്തർവിയയിൽ അഥവാ ദുൽഹജ്ജ് 8-ന് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ച് അവർ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടും. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്നൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാകുക. എന്നാലോ അവർക്കപ്പോൾ അറവ് നിർബന്ധമാണ്. ഈ അറവ് നിർവഹിക്കുന്നതിൽ നിന്ന് പുരോഹിതന്മാർ ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, അവിടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, കാരണം അറവിന് 500 റിയാൽ കൊടുക്കണം, എന്ത് ചെയ്യും? ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ ഉംറ നിർവഹിച്ചിട്ട് പിന്നെ ത്വായിഫിക്ക് കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ ഇഫ്രാദായിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ ഹജ്ജ് കർമ്മം നിർവഹിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യണ്ട? ഇഫ്രാദായി ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് വേണ്ട? ഈ ഒരു വലിയ അറവ് നടത്തേണ്ടതില്ല. അതിൽ കിട്ടണം എന്താ? ത്വായിഫിക്ക് പോകാൻ 50 റിയാൽ മതി, ഇതിന് 500 കൊടുക്കണം. ഇത്രയും ലക്ഷം ചെലവഴിച്ചിട്ട് ഏറ്റവും അഫ്ളലായത് ഒഴിവാക്കിപ്പിക്കാണ് പുരോഹിതന്മാര്. അവിടെയൊക്കെ കൃത്രിമ പടച്ചോനെ ഈ പറ്റിക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ. ഇതൊന്നും അറിയാതെ ആളുകൾ പോവുകയാണ്. ഇപ്പൊ ഏറ്റവും അഫ്ളലായ നിലക്ക് ഇത് നിർവഹിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിർവഹിച്ചു അങ്ങനെ നിർവഹിക്കുക. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ നിർവഹിക്കേണ്ട രൂപമുണ്ട്. മക്കക്കാരായ ആളുകൾക്ക് അവർക്ക് ചില അനുവദനീയങ്ങൾ, അവർക്ക് അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഇഹ്റാമിൽ പ്രവേശിക്കാം. മറ്റുള്ളവർക്ക് മീക്കാത്ത ഇഹ്റാമിൽ ഇവിടൊക്കെ പുരോഹിതന്മാരെന്ത് ചെയ്യാണ്? ഇതിനൊക്കെ ആളുകളെ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കാൻ. ഇനി അത് മാത്രല്ല, ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് എന്താ ചെയ്യണം അറിയോ? റൂമിൽ കൊണ്ടുപോകുക, എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? മൗലൂദ് നടത്തുക, അവിടെ ഒരു ദിക്റാലിക്ക് നടത്തുക, എന്നിട്ട് ഒരു പണപ്പിരിവ് നടത്തുക. എല്ലായിടത്തും ചൂഷണാണ്, എല്ലായിടത്തും ചൂഷണാണ് അല്ലേ? ഏറ്റവും പ്രതിഫലമായി പ്രാർത്ഥിക്കേണ്ട എവിടുന്ന? പടച്ചോന്റെ ആ ഹറമിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണ്ട. ഇത്രയും ലക്ഷം ചെലവഴിച്ചു പോകുന്ന ആളുകള് അവിടുന്ന് അകറ്റിയിട്ട് റൂമിൽ കൊണ്ടുപോകുക. മൗലിയൊരു മൗലൂദ് ഓതുകയാണ്. ഈ മൗലൂദിൽ എന്താ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള വരികളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞെന്താ? ഖുദു അന്നി മനാസിക്കക്കും, ഞാൻ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുക. എന്നിൽ നിന്ന് ഹജ്ജ് കർമ്മം നിങ്ങൾ സ്വീകരിക്കുക. കാരണം അടുത്ത വർഷം ഒരുപക്ഷേ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ഇത് പഠിക്കണം. ഈ ഹജ്ജ് കർമ്മം എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ
ഈ നിൽക്കുന്ന ഈ ദുൽഹജ്ജ് മാസം, ദുൽഖഅദ് മാസം, ഇതൊക്കെ പവിത്രമാക്കപ്പെട്ട മാസമാണ്. വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആ പ്രത്യേകമായ ദിവസങ്ങളാണ്. പ്രഭാതം തന്നെയാണ് സത്യം, അല്ലേ? വലയാലിൻ അശ്ർ, ആ 10 ദിവസം തന്നെയാണ് സത്യം. വശഫഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. ഇതൊക്കെ ഏതറിയോ? ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്നാണ്. അതാണ് വലയാലിൻ അശ്ർ, അള്ളാഹ് അതിനെ പിടിച്ച സത്യം ചെയ്യുന്നത്. വശഫഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയും. ഒറ്റ ദുൽഹജ്ജ് 9, ഇരട്ട ദുൽഹജ്ജ് 10. പ്രത്യേകമായി എടുത്തു പറയപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾക്കൊക്കെ വലിയ പ്രത്യേകത ഉണ്ട് സുഹൃത്തുക്കളെ. പ്രത്യേകിച്ച് അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽപ്പെട്ട മാസമാണ് ദുൽഖഅദ്, ദുൽഹിജ്ജയ്ക്ക്. പുണ്യങ്ങൾ ധാരാളം ചെയ്യണമെന്ന, ധാരാളം പുണ്യങ്ങൾ ചെയ്യേണ്ട മാസമാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അല്ലാഹുവിന്റെ അടുക്കൽ ഈ ദിവസങ്ങളോളം പുണ്യകരമാക്കപ്പെട്ട ഒരു ദിവസവും ഇല്ല തന്നെ. വലാ അഹബ്ബു ഇലൈഹി മിൻ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഫക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കുക, ഫീഹിന്ന, ആ ദിവസങ്ങളിൽ, മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, ധാരാളങ്ങൾ തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക, അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് നിങ്ങൾ വർദ്ധിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഏത് നന്മകളും, ഏത് നന്മയും ചെയ്യാം, ഏത് നന്മകൾക്കും വലിയ പ്രതിഫലമുണ്ട് എന്ന. അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഇപ്പോഴുള്ള ഈ ദിവസങ്ങൾ. ഈ 9-ാമത്തെ ദിവസമാണ് അറഫ, ദുൽഹജ്ജ് 9-നാണ് അറഫ, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കഴിഞ്ഞുപോയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, സുഇല ഫി യൗമി അറഫ, യൗമു അറഫ, അറഫ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. കണ്ടോ? അപ്പൊ അറഫാദിന്, ദുൽഹജ്ജ് 9-ന് പ്രത്യേകമായി കൊണ്ടുള്ള നോമ്പുണ്ട്. അത് നമ്മൾ എടുത്താല് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടും, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറുക്കപ്പെടും. അതുപോലെ സുജൂദ് അധികരിപ്പിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഏത് നന്മകൾക്കും വലിയ പ്രതിഫലമുണ്ട്, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് വലിയ ശിക്ഷയുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ദുൽഹജ്ജ് മാസം സുഹൃത്തുക്കളെ പ്രത്യേകം പവിത്രമാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയണം. ധാരാളം നന്മകൾ ചെയ്യണം, ഖുർആൻ പാരായണം, ദിക്റുകൾ, നോമ്പെടുക്കുക. പ്രത്യേകമായിക്കൊണ്ട് അറഫയിൽ ദുൽഹജ്ജ് 9-ന് നമ്മൾ നോമ്പെടുക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ദുൽഹജ്ജ് 9? അറഫ നമുക്ക് ദുൽഹജ്ജ് 9-നാണ്. അവിടെ എപ്പോഴാണ് അറഫ കൂടുന്നത് അത് നോക്കിയിട്ടല്ല. അതിൻ്റെ കാരണം സുഹൃത്തുക്കളെ, അവിടെ അറഫ തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ നോമ്പെടുക്കാൻ ചിലപ്പോൾ കഴിയില്ല, 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എപ്പോഴാണോ ഇവിടെ ദുൽഹജ്ജ് 9-ന് നമുക്ക് അറഫ, അവിടെ നിസ്കരിക്കണ സമയമല്ല ഇവിടെ നിസ്കരിക്കണ സമയം, എല്ലാവരും മാറ്റമുണ്ട്. അതാണ് ചക്രവാളങ്ങളുടെ മാറ്റം. അതുകൊണ്ട് ദുൽഹജ്ജ് 9-ന് അറഫ നോമ്പ് പ്രത്യേകം പുണ്യപകരമാക്കപ്പെട്ട ആ സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ദുൽഹജ്ജ് 9-ന് നോമ്പെടുക്കുക പ്രത്യേകമായിട്ട്. അല്ലാത്ത ദിവസം നമുക്ക് ദുൽഹജ്ജ് 10 വരെ 9 വരെ നമുക്ക് നോമ്പെടുക്കാം. പ്രത്യേകമായിക്കൊണ്ട് സുന്നത്താക്കപ്പെട്ടതാണ്. കാരണം ഏത് നന്മയും വലിയ പ്രതിഫലമുള്ളതാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഏത് നന്മ ചെയ്യുക, സ്വതക്കുകൾ ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്മകൾ ധാരാളം അധികരിപ്പിക്കേണ്ട ദിവസമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രത്യേകമായി വീട്ടിൽ ഇതിങ്ങനെ പ്രത്യേക ഒരു ദിവസം ഒരുമിച്ച് കൂടി പള്ളിയിൽ നിന്ന് ചെല്ലണമെന്നൊന്നുമില്ല. അങ്ങനെ തന്നെ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് നടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ചെല്ലാം. ധാരാളമായി ഇതൊക്കെ ചെയ്യാന്നുള്ള, അതിന് പ്രത്യേകമായി ഒരുമിച്ച് കൂടലൊന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ ചെയ്യുമ്പോൾ അത് ബിദ്അത്താകും.
അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു പ്രത്യേക സമയവും സ്ഥലവും നിശ്ചയിച്ച് എണ്ണം നിശ്ചയിച്ചാൽ, കാരണം അങ്ങനെ അതിന് വിശ്വാസം പഠിപ്പിക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മോട് പറഞ്ഞ ധാരാളം തഹ്ലീൽ ചൊല്ലിക്കോ, ധാരാളം തഹ്മീദ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അത് ചൊല്ലാം, ഒരു പ്രശ്നവുമില്ല. ആ നിലക്ക് നന്മകൾ അധികരിപ്പിക്കുന്ന സമയമായി ഈ ഒരു ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള സമയം നമ്മൾ പ്രത്യേകമായി ഉപയോഗപ്പെടുത്തണം. ആ നിലക്ക് ഈ ഒരു പ്രത്യേകമാക്കപ്പെട്ട ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മൾ ഒരു മാനസികമായ തയ്യാറെടുപ്പ് നടത്തുക, പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഒരു സാമ്പത്തികമായ ഒരു നീക്കിയിരിപ്പ് നമ്മൾ നടത്തണം. നമുക്ക് അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ നമുക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകണം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകണം. കാരണം നമ്മൾ 6 മാസം കൂടുമ്പോൾ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ മാറ്റും, അതിനിങ്ങനെ പൈസ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും നമുക്ക് പൈസ. ഈ ഹജ്ജിന് പോകാനും ഇങ്ങനെ ദീനിന്റെ കാര്യങ്ങൾക്കല്ലാത്ത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതല്ല, നമ്മുടെ മേലൊക്കെ ബാധ്യതയാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കുറേ കോടികൾ ഉണ്ടായിട്ട് പോകേണ്ടതല്ല ഹജ്ജ് എന്നും, കുറേ വയസ്സായിട്ട് പോകേണ്ടതല്ല ഹജ്ജ് എന്നും നമ്മൾ തിരിച്ചറിയണം. ആ നിലക്കൊക്കെ മനസ്സിലാക്കി നമ്മുടെ മേൽ എപ്പോഴാണോ സാമ്പത്തികമായ ശേഷി ഉണ്ടാകുന്നത്, ശാരീരികമായ ശേഷി ഉണ്ടാകുന്നത്, അപ്പോൾ നമ്മുടെ മേൽ വാജിബാണ്, നിർബന്ധമാണ് ഈ ഹജ്ജ് കർമ്മം നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമുക്കെല്ലാം അവന്റെ കഅബാലയത്തിൽ, അവന്റെ ഭവനത്തിൽ പോയി ഹജ്ജ് കർമ്മം ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين فلا عدوان إلا على الظالمين الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين ما بعد. വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാം ബലി പെരുന്നാളാണ്. നമ്മളെല്ലാവരും ഒരുപക്ഷെ ഒരു ബലി നിർവഹിക്കുവാനുള്ള ഒരു നിയ്യത്ത് അത് നമ്മൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ എത്രയും വേഗം നമ്മൾ ഓരോരുത്തരും ബലി നിർവഹിക്കുവാനുള്ള, അതിൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള രൂപത്തിൽ അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ ഒരു ഒന്നാമത്തെ അതിൻ്റെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ, ഒരു മാടിനെ ഒരു വ്യക്തി, ഒരാൾ സ്വന്തമായിട്ട് അറുക്കുക എന്നുള്ളതാണ്. ബലി അറുക്കുക എന്ന് പറഞ്ഞാൽ അത് വാജിബാണെന്ന് പറഞ്ഞ, നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സുന്നത്താണ്, മുസ്തഹബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മുസ്തഹബാണ് എന്നതാണ് ഒരു ഭൂരിപക്ഷ അഭിപ്രായം, സുന്നത്താണ് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? നമ്മൾ പലപ്പോഴും ഒരു മൃഗത്തെ നമുക്ക് ബലിയെറുക്കാൻ ശേഷി ഉണ്ടായിട്ടും നമ്മൾ 7 ആളിൽ പങ്കാളിയാകാൻ പറ്റുമെന്നാണ് ആദ്യം ആലോചിക്കുക. അതല്ല, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മൃഗത്തെ ബലിയെറുക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലൊരു വലിയ ത്യാഗ ജീവിതത്തിൻ്റെ ഒരു സ്മരണയുണ്ട് പ്രിയമുള്ളവർ. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തോട് അള്ളാഹു ഒരു സ്വപ്ന ദർശനം ഉണ്ടാക്കിയത്, ഒരു സ്വപ്നം കണ്ടതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ഒരു സ്വപ്നം കാണാൻ മകനെ അറുക്കാൻ വേണ്ടിയിട്ട്. ഏതാ ഈ മകനെ അറികൾ? നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് വാർദ്ധക്യകാലത്തുണ്ടായ ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിന് വാർദ്ധക്യകാലത്ത് ഉണ്ടായ ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒന്ന് നടക്കാൻ പ്രായമായപ്പോൾ ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചത്, ഒന്ന് നടക്കാനുള്ളൊരു പ്രായമായ സമയത്താണ് ഒരു പിതാവിനൊരു കൺകുളിർമയാകുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അപ്പോഴാണ് അള്ളാഹ് സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത് എന്ത് ചെയ്യണം, മകനെ അറുക്കണം എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമുക്കെങ്ങാനും അങ്ങനെ വല്ല കൽപ്പന അത് നിലനിർത്തി തന്നിരുന്നുവെങ്കിൽ എന്തേക്കാരവസ്ഥ? കാരണം നമ്മളൊരു 7 ആളിൽ പങ്കാളികളാകാൻ വരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ആ പ്രവാചകൻ മകനോട് പറയാണ്, പൊന്നു മോനെ, ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ, നിന്നെ അറുക്കണമെന്ന് പടച്ചോൻ എനിക്ക് സ്വപ്ന ദർശനം നടത്തിയിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? മകനോട് ചോദിക്കാൻ. മകൻ പറയാണ്, ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ.
വിശുദ്ധ ഖുർആനിൽ ആ ചരിത്രം പഠിപ്പിക്കണ്ടേ? പ്രിയ പിതാവേ, എന്താണോ പടച്ചോന്റെ കൽപ്പന ഉണ്ടായത് അതങ്ങനെ നിർവഹിക്കുക. ഞാൻ ശമാലുവായിരിക്കും, അങ്ങ് പറയണ ഞാൻ ചെയ്യാം. അങ്ങനെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി സുഹൃത്തുക്കളെ ഇത് കിടത്തുകയാണ്. അറുക്കാൻ വേണ്ടി കത്തി വെക്കുമ്പോഴാണ് അള്ളാഹു ഒരു ആടിന് നൽകുന്നത്. അറുക്കാൻ വേണ്ടി ഒരു ആടിന് നൽകാൻ. എന്നിട്ട് പറയാം, അങ്ങ് ആ കൽപ്പന, അള്ളാഹിൻ്റെ ആ കൽപ്പന അങ്ങ് നിർവഹിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളോട് പറഞ്ഞത് എന്താ പറയുക? നിങ്ങൾ ഒരു ഉരുവിനെ നിങ്ങൾ ഇറക്കുക. അതിന് നിങ്ങൾക്ക് ശേഷിയില്ലെങ്കിൽ ഒരു ആടിനെ ഇറക്കുക. അതിനും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഉരുവിൽ, ഒരു മാടിൽ 7 പേർക്ക് വരെ പങ്കാളിയാകാം. 7 നിർബന്ധമൊന്നുമില്ല. 3 ആൾക്കാകാം. ഒറ്റയാകലൊരു പ്രത്യേക സുന്നത്തുണ്ടെന്നുള്ളൂ. 5 ആകാം. നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക എന്താ അറിയും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാച്ചിന്റെ വില ആലോചിച്ച് നോക്കാൻ എത്ര വില ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പുതിയ കുപ്പായും പുതിയ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പള്ളിക്ക് വരികയാണ്. ബലിയുണ്ടോ? ബലിയില്ല. നമ്മൾ വിചാരിച്ച വലിയൊരുനാളാണ്. വലിയൊരുനാളൊന്നല്ല, അത് ചെറിയൊരുനാൾ, ഇത് വലിയൊരുനാളല്ല. ബലി പെരുന്നാളാണ്. അതുകൊണ്ടാണ് ശേഷി ഉണ്ടായിട്ട് ഒരുത്തം ബലി അറുക്കാൻ തയ്യാറില്ലെങ്കിൽ നിസ്കരിക്കാൻ മുഹസലിലേക്ക് വരണ്ടെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള ഗൗരവമായ കാരണം അതാണ്. നമുക്ക് ആർക്കാ ശേഷി ഇല്ലാത്തത്? നിങ്ങൾ ആലോചിച്ചു, ആർക്കാ ശേഷി ഇല്ലാത്തത്? സുഹൃത്തുക്കളെ, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. സഹാബികൾ ഉള്ളിൽ കയറിയപ്പോൾ വീട് പറഞ്ഞ റൂം, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോണ്ട് തോൽപാത്രത്തിൽ ഒരു മൂലയിൽ തൂക്കിയിട്ട കുറച്ച് വെള്ളം, ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തി വാങ്ങിയിട്ടുള്ള അല്പം ഗോതമ്പ് മാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റൂം കണ്ടപ്പോൾ സഹാബികൾ ചോദിക്കണം, അല്ലുമ്മ നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിച്ചിരുന്നത്? ഒന്നുമില്ല അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എണീറ്റ് ചോദിക്കുക, ആയിഷ ഇന്ന് എന്താ കഴിക്കാനുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയണം, ഒന്നുമില്ല നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എങ്കിൽ എനിക്ക് സുന്നത്ത് നോമ്പാണ്. വിശപ്പ് കാരണം സുഹൃത്തുക്കളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ ഉറക്കം വരാതെ രാത്രിയിൽ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയെടുത്തിട്ടുണ്ട്. 2 ആടിനെ, അതുപോലെ തന്നെ ഒട്ടകങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയെടുത്തിട്ടുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്ന സഹാബത്ത് അവർ ബലിയെടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് സുഹൃത്തുക്കളെ കുറവുള്ളത്? എന്താ കുറവുള്ളത് അല്ലേ? നമുക്കൊരു ബലി ഇല്ലെങ്കിൽ, പ്രിയമുള്ളവർ, എന്ത് ബലി പെരുന്നാളാണ്? കുറച്ച് മുമ്പേ ആലോചിക്കേണ്ടതാണ് നമ്മളത്. കണ്ടോ, നബി സഹാബത്ത് പറയാണ്, ഞങ്ങൾ മുമ്പേ ബലിമൃഗത്തെ വാങ്ങി അതിനെ കൊഴുപ്പിക്കുമായിരുന്നു, നല്ല തിന്നാൻ കൊടുത്ത് കൊഴുപ്പിക്കുമായിരുന്നു, എന്നിട്ട് അതിനെ ഞങ്ങൾ അറുക്കാറുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ ഞാൻ അതൊന്നുമില്ലെങ്കിലും എന്തെങ്കിലും ഒരു ബലിയിൽ അവസാനത്തുണ്ടല്ലോ ഒരു ബലിയിൽ പങ്കാളികളാകെങ്കിലും, അത് അവസാനത്തെ അള്ളാഹ് നൽകിയിട്ടുള്ള ഒരു അനുവദനീയമാണ് നമുക്ക്. നിങ്ങൾ അങ്ങനെങ്കിലും ഒരു ബലിയിൽ പങ്കാളിയാകണം, എന്നിട്ടൊക്കെ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അല്ല നമ്മളിങ്ങനെ അല്ലേ, ഓരോരുത്തർ സുഹൃത്തുക്കളെ, ഒന്ന് ബാർബർ ഷാപ്പ് പോയാൽ 10, 2000, 3000, 5000 ചെലവഴിച്ചിട്ടാണ് ഓരോരുത്തരെ ഭാര്യമാരെ കൊണ്ടുപോയിട്ട് മിനുക്കി കൊണ്ടുവരണേ. ഒരു 8000, 10,000 ഉള്ളുണ്ടാകെ ഒരു ബലിമൃഗത്തിൽ പങ്കാളിയാകാൻ. ആ തൗഫീക്ക് കൊടുക്കൂല. നമ്മൾ ടെക്സ്റ്റൈൽസ് പോയാൽ ഒരു 10-25,000 രൂപ ചെലവാക്കിയിട്ടാണ് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കുക. എന്നാലും ഒരു ബലി ഉണ്ടാവൂല, എന്നിട്ടോ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത് എനിക്കൊരു ബലിമൃഗം ഉണ്ടാകണമെന്ന്. അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. എന്നിട്ട് ഞാൻ ബലി പെരുന്നാൾ ആഘോഷിക്കും. എന്നിട്ട് എന്തിനാ അത്? പടച്ചോന് നമ്മൾ ഈ രക്തം മാംസമൊക്കെ എത്തിക്കാനല്ല, ഖുർആൻ പഠിപ്പിക്കാണ്. അള്ളാഹുവിലേക്ക് അതിന്റെ രക്തമോ മാംസമോ ഒക്കെ എത്തുകയില്ല. അതൊന്നല്ല ആവശ്യം അല്ലേ. അള്ളാഹുവിൽ ആവശ്യം എന്താ? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ അർപ്പണ ബോധമാണ്. പടച്ചോൻ കൽപ്പിച്ചപ്പോൾ നിങ്ങൾ ചെയ്തോ, അതാ പടച്ചോൻ നോക്കണെന്ന. അതിന്റെ രക്തമോ മാംസമോ അള്ളാഹ്ക്ക് ആവശ്യമില്ലാണ്, നിങ്ങൾ ചെയ്തോ എന്നുള്ളതാണ്. നമ്മൾ എത്ര ആൾ തീരുമാനിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ? ഒരു ആടിന് വാങ്ങും ഒരു 15,000 രൂപ മതി അല്ലെ. നമ്മളെ നാട്ടിലുള്ള ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയായി 2ാം വയസ്സിലേക്ക് പ്രവേശിച്ച ഒരാട്. ചെമ്മരി ആടാണെങ്കിൽ 6 മാസം പൂർത്തിയായ ഒരാട്. നമ്മളെ നാട്ടിലൊന്നും അതില്ല.
മറ്റുള്ള മാടുകളാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാക്കണം എന്നാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യമേ കണ്ടെത്തി നമ്മൾ ചെയ്യേണ്ടതാണ്. അതിന് ദുൽഹജ്ജ് 1 മുതൽ മുടി നീക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. അങ്ങനെയൊക്കെയാണ് നിർവഹിക്കേണ്ടത്. അല്ല പെരുന്നാൾ ആഘോഷിക്കാത്ത ഇങ്ങനെ നമ്മളെന്തെങ്കിലും വാങ്ങി ഇങ്ങനെ തിന്നലും, നമ്മളിങ്ങനെ പള്ളിയിലൊന്ന് ഈദ്ഗാഹ് നടത്തലും, അതിങ്ങനെ റോട്ടിൽ നിന്ന് റീൽസ് ഇടലും, അതിങ്ങനെ ഫോട്ടോ എടുക്കലും, അതൊന്നല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില ജീവനുകളുണ്ട്. എല്ലാ ആരാധനകൾക്കും ഒരു ജീവനുള്ളതുപോലെ പെരുന്നാളുകൾക്ക് ഒരു ജീവനുണ്ട് പ്രിയമുള്ളവരെ, അതിനൊരു ചൈതന്യമുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി, ഇനിയും വൈകിട്ടില്ല, വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബലിമൃഗത്തെ കണ്ടെത്തി, ന്യൂനതയില്ലാത്ത നല്ലൊരു ബലിമൃഗത്തെ കണ്ടെത്തി പടച്ച റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനു വേണ്ടിയുള്ള തീരുമാനം എടുക്കണം. ഒരാടിനറുക്കാൻ കഴിയെങ്കിൽ ഒരു മാടിനറുക്കാൻ കഴിയും, അത് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ആടിനറുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. അതിനും കഴിയില്ലെങ്കിൽ ഒരു മൃഗത്തിൽ പങ്കാളികളാകെങ്കിലും ചെയ്യുക. ആ നിലക്കെങ്കിലും ഒരു ബലികർമ്മം നമുക്കുണ്ടാവട്ടെ. എന്നിട്ട് നമ്മൾ ബലി പെരുന്നാൾ ആഘോഷിക്കുക. അപ്പോഴുള്ള നമ്മൾ ആ ചൊല്ലുന്ന തക്ബീറിനൊക്കെ ഒരു അർത്ഥമുള്ളൂ. അല്ലാഹു അക്ബർ എന്ന് പറയില്ലേ, പടച്ചോനെ നീയാണ് വലിയവൻ, എനിക്കൊരു അർത്ഥം അപ്പോഴേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ കാലത്തും തിന്നു തീർക്കല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അത് നമുക്ക് അവകാശപ്പെടാനുള്ള എല്ലാ നിലക്കുമുള്ള അർഹതയും നമുക്കുണ്ടാകണം. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.